കേരളത്തെ വിറപ്പിച്ച് പാമ്പുകൾ. മറ്റെങ്ങുമില്ലാത്ത വിധത്തിലുള്ള ഒരു ഭീതി കേരളത്തെ പിടികൂടിയിരിക്കുകയാണ്. പാമ്പുകളാണ് ഈ ഭീതിക്ക് പിന്നിൽ. കഴിഞ്ഞ 10 വർഷത്തിനിടെ, അതായത് 2016 മുതൽ 2026 ഏപ്രിൽ വരെ പാമ്പ് കടിയേറ്റ് മരിച്ച മലയാളികളുടെ എണ്ണം 660 ഈ ഒരു വർധനയുടെ അടിസ്ഥാനത്തിൽ ഇന്നലെ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടർമാരുടെ യോഗം ചേർന്നു. ഈ യോഗത്തിൽ പ്രധാനമായും ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്: പാമ്പ് കടി ഏറ്റുകഴിഞ്ഞാൽ ഉടൻ തന്നെ 108 എന്ന നമ്പറിൽ വിളിക്കുക. ആംബുലൻസ് എത്തും. ഏതാണ്ട് എല്ലാ സർക്കാർ ആശുപത്രിയിലും തന്നെ ആന്റിവനം സൂക്ഷിച്ചിട്ടുണ്ട്. പരമാവധി ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ മുന്നിലെ ദൗത്യം. ആ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കുക തന്നെ ചെയ്യുമെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചിരിക്കുന്നത്. ഇനി എന്താണ് ഈ പാമ്പ് കടിക്ക് പിന്നിലുള്ള കാലാവസ്ഥാപരമായിട്ടുള്ള കാരണമെന്ന് നമുക്ക് പരിശോധിക്കാം. വനം വകുപ്പിൽ ഏതാണ്ട് ഒരു ദിവസം 3000-ഓളം വിളികളാണ് ഈ പാമ്പുമായി ബന്ധപ്പെട്ട് എത്തുന്നതെന്നാണ് വനം വകുപ്പ് തന്നെ പറയുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇപ്പോഴത്തെ ചൂടാണ്. നവംബർ ഡിസംബർ മാസങ്ങളിലാണ് പാമ്പുകൾ പൊതുവെ ഇണചേരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ പാമ്പുകൾക്ക് അതികഠിനമായ ചൂടാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ കേരളത്തിലെ പല ജില്ലകളിലും 41 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് ചൂട്. കഴിഞ്ഞ തവണത്തേക്കാൾ 4.3% താപനില പല ജില്ലകളിലും വർദ്ധിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ താപനില കൂടുന്നതനുസരിച്ച് പാമ്പുകൾക്ക് അവയുടെ മാളത്തിൽ ഇരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ചൂടേറ്റ് മാളത്തിൽ നിന്നും പാമ്പുകൾ പുറത്തേക്കിറങ്ങുന്നു. പുറത്തേക്കിറങ്ങുന്ന പാമ്പുകൾ തണൽ തേടിയാണ്, അല്ലെങ്കിൽ തണുപ്പ് തേടിയാണ് പുറത്തേക്കിറങ്ങുന്നത്. വീടിന്റെ പരിസരത്തേക്ക് പാമ്പുകൾ എത്തുന്നു. ഈ പാമ്പുകൾ പിന്നീട് ഏതെങ്കിലും ദ്വാരം വഴി വീടിന് ഉള്ളിലേക്ക് കൂടുതൽ തണുപ്പ് തേടി, പുറത്തെ തണുപ്പിനേക്കാൾ കൂടുതൽ തണുപ്പ് വീടിനകത്തുണ്ട് എന്ന് പാമ്പ് മനസ്സിലാക്കി അവിടേക്ക് കയറി വരുന്നു. അങ്ങനെയാണ് നമ്മുടെ വീട്ടിനുള്ളിൽ പാമ്പുകൾ കയറി വരുന്നതും നമ്മളെ ആക്രമിക്കുന്നതും. ഇത്തരത്തിൽ നിരന്തരമായിട്ടുള്ള പാമ്പ് കടിയാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു ഭീതിയായി മലയാളിക്ക് മുന്നിൽ നിൽക്കുന്നത്. 2015 മാത്രം 18 പേരാണ് പാമ്പ് കടിയേറ്റ് മരിച്ചത്. 2018-19 വർഷത്തിൽ 123 പേരാണ് പാമ്പ് കടിയേറ്റ് മരിച്ചത്. ഇപ്പോൾ ഇതുവരെ 8 പേരാണ് മരിച്ചത്. ജനുവരി മുതൽ ഈ പറയുന്ന ഏപ്രിൽ വരെയുള്ള മാസത്തിൽ 8 പേരാണ് മരിച്ചത്. ഇത്തരത്തിൽ ഓരോ വർഷം കഴിയുന്തോറും പാമ്പ് കടിയുടെ എണ്ണം കൂടുകയാണ്. ഒന്ന്, അവയുടെ ആവാസ വ്യവസ്ഥ ഇല്ലാതായി വരുന്നു. കാരണം കൂടുതൽ ഫ്ളാറ്റുകളും വീടുകളും വെക്കുന്നതോടുകൂടി പാമ്പുകൾക്ക് താമസിക്കാനുള്ള കുറ്റിക്കാടുകളും അതുമായി ബന്ധപ്പെട്ട പൊത്തുകളും ഇല്ലാതായി വരികയാണ്. അങ്ങനെ നഗരവൽക്കരണത്തിന്റെ ഭാഗമായി പാമ്പുകളുടെ ആവാസ വ്യവസ്ഥ ഇല്ലാതായി വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊരു കാര്യം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വലിയ വ്യതിയാനമാണ്. ചൂട് കൂടുന്നതനുസരിച്ചുള്ള പാമ്പുകൾക്ക് ഉണ്ടാകുന്ന അസ്വസ്ഥതയാണ്. ഒരു പാമ്പ് ഇണചേരുന്ന സമയത്ത് 30 മുട്ടകളാണ് സാധാരണ ഇടുന്നത്. അത് മൂർഖൻ പാമ്പായാലും ശരി, മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള വിഷപ്പാമ്പായാലും ശരി. ഈ 30 കുഞ്ഞുങ്ങൾ മുട്ടയിട്ട് വിരിഞ്ഞു വരുമ്പോൾ അവ പല ഭാഗത്തേക്കായി ഇഴഞ്ഞു പോകുന്നു. അവയ്ക്ക് ആവശ്യം ആ സമയത്ത് തണുപ്പാണ്. തണുപ്പ് തേടിയിട്ടാണ് ഈ 30 കുട്ടികളും പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വർഷം എത്രത്തോളം പാമ്പുകളാണ് ഇത്തരത്തിൽ മുട്ടയിടുന്നത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ കണക്കുകളില്ല. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നഗരവൽക്കരണത്തിന്റെ ഭാഗമായിട്ടും അതേപോലെ തന്നെ താപനിലയിൽ ഉണ്ടായിട്ടുള്ള വർധനവിന്റെയും അടിസ്ഥാനത്തിൽ അവയുടെ ആവാസ വ്യവസ്ഥയിൽ നിന്നും പുറത്തേക്ക് വന്നുകൊണ്ട് മുട്ടയിട്ട് വിരിയിച്ചതിന് ശേഷം ഈ കുഞ്ഞുങ്ങൾ നമ്മുടെ വീടുകളിലെ തണുപ്പുകൾ തേടി വരുന്നതാണ് ഈ ഒരു ആക്രമണത്തിന് പിന്നിൽ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.